ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായി റിമാൻഡിലാണ് തന്ത്രി കണ്ഠര് രാജീവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് ആശുപത്രിയിലാണെന്നുള്ള വിവരമാണ്. ആശുപത്രിയിലായിട്ടില്ല, ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരിക്കുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിക്കുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് ഇന്നലെയാണ് റിമാൻഡിലായത്. നമ്മൾ വിശദാംശങ്ങളിലേക്കൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പോയതാണ്. കണ്ഠര് രാജീവർക്ക് ഈ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ വലിയ രീതിയിൽ പങ്കുണ്ട്. ഒപ്പം തന്നെ താന്ത്രിക വിധികൾ പാലിക്കാതെയാണ് പല നടപടികളും അവിടെ സ്വീകരിച്ചത്. ഈ അറ്റകുറ്റപ്പണിക്കായി പുറത്തേക്ക് അല്ലെങ്കിൽ ശബരിമലയുള്ളിൽ വെച്ച് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് പകരം അത് പുറത്തേക്ക് വിടാൻ കാരണക്കാരനായത് ഈ തന്ത്രി കണ്ഠര് രാജീവരാണ് എന്നുള്ളതൊക്കെയാണ്. പത്മകുമാറിൻ്റെ മൊഴിയൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ദൈവതുല്യൻ, കുറേ ദൈവതുല്യന്മാർ അല്ലെങ്കിൽ ദൈവതുല്യന്മാർ ഈ കേസിലുള്ളപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആ മൊഴിയാണ് പിന്നീട് അങ്ങനെ പുരോഗമിച്ച് തന്ത്രിയിലേക്ക് എത്തുന്നത്. തന്ത്രി തന്നെയാണോ ദൈവതുല്യൻ എന്നുപോലും പത്മകുമാർ പറഞ്ഞിട്ടില്ല. അതൊരു പരാമർശമാണ്. പക്ഷേ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ തന്ത്രി എന്നുള്ള നിലയ്ക്ക് അതൊരു ദൈവതുല്യൻ എന്നുള്ള സ്ഥാനമാണ്. അപ്പോൾ ചിലപ്പോൾ അതാകാമെന്നുള്ള നിഗമനങ്ങളൊക്കെയാണ്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ റിമാൻഡിലായി കസ്റ്റഡി അപേക്ഷ പ്രത്യേക അന്വേഷണ സംഘം നൽകും എന്നുള്ള ഘട്ടത്തിലൊക്കെ നിൽക്കുമ്പോൾ റിമാൻഡിലായ തന്ത്രി കണ്ഠര് രാജീവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരിക്കുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കും. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുകയാണ്. ഇപ്പോൾ കൊണ്ടുപോകുന്നു ആശുപത്രിയിലേക്ക്. തന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. കസ്റ്റഡി അപേക്ഷയടക്കം നൽകാനിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം. ചൊവ്വാഴ്ചയാണ് ഈ തന്ത്രി കണ്ഠര് രാജീവര് നൽകിയ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കൊല്ലം വിജിലൻസ് കോടതി. അതിനു മുമ്പ് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ പ്രത്യേക അന്വേഷണ സംഘം നൽകുമെന്നുള്ളതും കൂടിയാണ്. അതായത് വലിയൊരു ലിങ്ക്, ഈ ഒരു കിങ് പിങ് എന്നുള്ള നിലയ്ക്ക് തന്ത്രിക്ക് വലിയ പങ്കുണ്ട് എന്നുള്ള കണ്ടെത്തലിലേക്കൊക്കെ പ്രത്യേക അന്വേഷണ സംഘം എത്തി എന്നുള്ളതാണ്. അത് ഭയങ്കര ഗൂഢമായ ഒരു നീക്കമാണ്. ഒന്നുപോലും ചെറിയ ഒരു അണുവിട പോലും പുറത്തുവിടാതെയുള്ള ഒരു നീക്കങ്ങൾക്കൊടുവിൽ ഒരു റിമാൻഡ് റിപ്പോർട്ടുകളിലും തന്ത്രി കണ്ഠര് രാജീവരുടെ പേര് പറയാതുള്ള അന്വേഷണത്തിനൊടുവിലാണ് ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം തന്ത്രി കണ്ഠര് രാജീവരെ ഇന്നലെ റിമാൻഡിൽ അറസ്റ്റ് ചെയ്തത്. പിന്നീട് കോടതിയിൽ ഹാജരാക്കിയത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം. അതിനുശേഷം കസ്റ്റഡി അപേക്ഷാ സമയം നൽകിയില്ല, റിമാൻഡിലേക്ക് വിടുകയായിരുന്നു. ആ റിമാൻഡിലായി ഇന്നലെ വൈകുന്നേരത്തോടെയാണ് റിമാൻഡിലായത്. റിമാൻഡിലായി ഇന്നായപ്പോൾ തന്ത്രി കണ്ഠര് രാജീവർക്ക് ജയിലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരിക്കുന്നു. ജയിലിൽ നിന്ന് കണ്ഠര് രാജീവരെ ആശുപത്രിയിലേക്ക് മാറ്റും.